So that's all for today's class. Madesh, do you have any doubts in today's class? No, ma'am. You will have doubts only during your exam times, right? As it is a working Saturday tomorrow, I will conduct you a test until mid-semester portions. These marks will be considered for your continuous assessment purpose. And one more thing, the submission date for the last 4 exercises is by tomorrow. ഇന്നിനിപ്പോൾ ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. കുറേ എഴുതാനും പഠിക്കാനും പിന്നെ അലക്കാനും ഉണ്ടല്ലോ. കുറേ റെക്കോർഡ് എഴുതാനുണ്ട്. നിനക്കോ? എടി നിന്നോടാ ചോദിച്ചു. എന്താ പറ്റിയേ? നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാലോ എൻ്റെ കാര്യം. എനിക്ക് കുറേ ലിറ്ററേച്ചർ ബുക്സൊക്കെ വായിക്കണം, ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതണം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുറേ ആങ്കറിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സെമത്ത് സ്റ്റാർട്ടായ ശേഷം ഫുൾ വർക്ക് ലോഡും സ്ട്രെസ്സും മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്കോരോ കഴിവുകളുണ്ട്, അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ളതാ സത്യം. ഇപ്പോൾ മാർക്കൊക്കെ അല്ലേ നമുക്ക് പ്രയോറിറ്റി. തൽക്കാലം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, എല്ലാം വഴി ശരിയാവും. എടാ ഹലോ. ഹലോ. നീ എന്താ കളിക്കാൻ വരുന്നില്ലേ? കുറേ നേരമായല്ലോ. വരണമെന്നൊക്കെ ഉണ്ടടാ, പക്ഷേ നീ ഒന്ന് ഹോൾഡ് ചെയ്യ്. ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പറയാം. എടാ പിന്നെ ജിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ കളിക്കാൻ വരുന്നുണ്ടോ? I am having lot of research works and I am busy with that. Say something and leave me, please. എടാ എടാ എല്ലാവർക്കും ഓരോ വർക്കൊക്കെ ഉണ്ട്. നീയും പോയി വല്ലതും പഠിക്കും. അപ്പം നീ വരുന്നില്ലല്ലേ? ശരി. എടാ നീ എന്തെടുക്കുക? എല്ലാം ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഹായ് ഗൈസ്, നാളെയാണ് പ്രസന്റേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ആരും മറക്കല്ലേ. താങ്ക്സ് ഓർമ്മിപ്പിച്ചതിന്. മുൻപേ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വേറൊരു കാര്യം കൂടെ ഉണ്ട്. സാർ ടോൾഡ് ദ പ്രസന്റേഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ജിഷ്ണു. ജിഷ്ണു 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 ജിഷ്ണു. മാം പറഞ്ഞു ജിഷ്ണു ഒഴികെ ബാക്കിയെല്ലാം റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജിഷ്ണു, നാളെ നീ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ജിഷ്ണു 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 ജിഷ്ണു. എടാ വൈകുന്നേരം കളിക്കാൻ വരുമല്ലോ. ഒന്ന് പോയേടാ, നാളെ റിസർച്ചിന് പോകണം, പിന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എടാ നീ ഉണ്ടാവും? ഞാനില്ല, നാളെ എക്സാമിന് പഠിക്കാനുണ്ട്, പിന്നെ ഇൻസെക്റ്റ് പിടിക്കാനുണ്ട്. നിങ്ങളൊക്കെ എന്താടാ ഇങ്ങനെ എപ്പോഴും വർക്കുന്നു? നിങ്ങളൊക്കെ അവസാനമായിട്ട് എന്നാ കളിക്കാൻ വന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അത് മാത്രമല്ലടാ, നമുക്കിപ്പോൾ മാർക്സാണ് ഇമ്പോർട്ടൻറ്റ്. എടി ദിവ്യ എവിടെ? അവളെ കണ്ടില്ലല്ലോ. ജിഷ്ണുവിനെയും ദിവ്യനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയില്ല. Excuse me, ma'am. Yes, come in.
Didn't I convey you guys that these marks will be considered for your CA purpose? Why don't you take it seriously, huh? Your academic performance is very poor these days. I think if you continue in this manner, then your exams will be total collapse. Sorry, ma'am. Better focus on your studies, okay? Don't waste your times in unwanted things. Now you may leave. Leave. നീ എന്ത് പഠിക്കാഞ്ഞ് വയ്യാത്തോണ്ടാണോ? വയ്യാത്തതുകൊണ്ടൊന്നുമല്ല. ഈ സ്ട്രെസ്, ആക്ടിവിറ്റീസ്, പ്രഷർ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അക്കാഡമിക്സ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായ ഹോബീസ് ഉണ്ട്. ഈ ക്ലാസ്, ഹോസ്റ്റൽ, റെക്കോർഡ് ഇത് മാത്രമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാനെന്ത് റോബോട്ടോ ഫീഡ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം പറയാം? മാം അത് മനസ്സിലാക്കാതെ ഇത്ര പറയേണ്ടിയിരുന്നു. അതുപോട്ടെ, നീ എന്താ പഠിക്കാതിരുന്നു? എനിക്ക് ഇതൊക്കെ തന്നെ റീസൺ. എനിക്ക് എൻ്റെ ഹോബീസ് ഒന്നും ചെയ്യാതെ അതിൽ നിന്ന് കിട്ടുന്ന റിലീഫൊന്നും ഇല്ലാതെ അക്കാഡമിക്സിൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഫുട്ബോളും ഡ്രോയിങ്ങുമാണ്. പക്ഷേ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചാൽ പോലും ആരും വരില്ല. നാളെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം, ടെസ്റ്റിന് പഠിക്കണം. ഈ സ്ട്രെസ്സിനെല്ലാം അഡാപ്റ്റ് ആയിരിക്കണം. മഴ വരുന്നുണ്ട്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എന്തൊക്കെ പറഞ്ഞാലും അക്കാഡമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ വർക്ക് ലോഡും സ്ട്രെസ്സും ഒക്കെ കാരണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് പിന്നെ നമ്മുടെ മാത്രം പ്രശ്നമില്ലല്ലോ. നമ്മുടെ ഫ്രണ്ട്സിൽ ഒരുപാട് പേര് നല്ലോണം ടാലൻറ്റ് ഉള്ളവരാണ്. പക്ഷേ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റണില്ല. ഈ വർക്ക് ലോഡും പ്രഷറും ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ലോണം ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ശരിയാണ്, പക്ഷേ നമുക്കിതൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. ഐഡിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മിത മിസ്സിനെ പോയി കണ്ടാലോ? സ്മിത മിസ്? സ്മിത മിസ്സിനോട് പറഞ്ഞ് സ്റ്റുഡൻസ് വെൽഫെയർ കോർഡിനേറ്ററിനെ കൺവിൻസ് ചെയ്ത് നമുക്കൊരു കൾച്ചർ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്താലോ? ഫെസ്റ്റോ? എനിക്കൊന്നുമില്ല. സ്മിത മിസ് നല്ല സപ്പോർട്ടീവാണ്. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു റിലീഫും കിട്ടും. എന്നാൽ പിന്നെ സ്മിത മിസ്സിനോട് നമുക്ക് ഇപ്പോൾ തന്നെ പോയി പറഞ്ഞേക്കാം. ജിഷ്ണുവിനെ നല്ല ഗ്രൗണ്ടിൽ ഒറ്റയ്ക്കാണല്ലോ ഉണ്ട്. എന്താ പറ്റിയേ? എന്താ ലിറ്റററി ക്വീൻ, എന്താ പറ്റിയേ? Sir, can I talk to you right now? Sir, something has caught my attention recently. Yes. Wait. There are some conditions actually. ഈ വരുന്ന സാറ്റർഡേ അതൊന്നൊരു കുഴപ്പമില്ല, ഞങ്ങൾ നിന്നോളാം. ഈ വരുന്ന സാറ്റർഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് 3-4 hours പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാ പ്രോഗ്രാംസും എല്ലാ ഡിസ്കഷൻസും റെസ്പെക്റ്റീവ് ഹോസ്റ്റലിൽ മാത്രം മതി. അതൊന്നൊരു കുഴപ്പമില്ല, ഞങ്ങൾ നിന്നോളാം മാം. ദെൻ ദർ വോണ്ട് ബി ഓഡി. അതും വർക്കിംഗ് ഡേയ്സിൽ ഓഡി ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ മാം. ഓക്കെ അല്ലേ? ഓക്കെ.
to crowd, that's the crowd I want. So if you're looking forward to some traditional performances, some vibrant music, or some captivating art, like this is going to be the right place for you guys, and I want you all to light up the stage for today's events. So give me a huge round of applause, guys. So guys, the first event is going to be a beautiful classical dance by Nanda and Niranjana. So I'd like to give a huge round of applause to them. So that was indeed a mesmerizing performance, guys. So next is Team Kidilam Boys with Draupadi Swayamvaram. So give a huge round of applause to them, guys. That was an incredible performance, guys. So give a huge round of applause for them. Okay, so next is going to be a mime by Jigar Tanda Boys. So make some noise for them, guys. Good evening all. I don't like to grab your valuable time. When I entered the auditorium today, I was in a different mindset of reluctance. But in the due course of time, watching all the participants showcasing their talent and skills changed my mind and left me awestruck. To be frank, I had no idea conducting a cultural fest until this day. I was able to see the blood and sweat shed by all the participants and thank three people who were responsible for this event. First, Miss Mida, who brought me this idea of Cultural Fest, and Mr. Jishnu and Miss Divya, who first had the idea of conducting the Cultural Fest. Let's have a big round of applause for all these three and each one of you for your enthusiastic performances.
I assure you that there will be more fests and activities to showcase your talent, cultural diversity, and togetherness in the coming days. It will bring togetherness among the students and a healthy college environment.